വെൽക്കം ടു ജോളിസ് കുലീന. ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ബജിയാണ് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ചെറിയ നെത്തോലി മീൻ കൊണ്ടുള്ളൊരു ബജി. ചെറിയ നെത്തോലിയാണ് ഞാൻ നെത്തോലി ബജി ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. വൃത്തിയാക്കി മുള്ളൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിരിക്കുകയാണ്. കണ്ടോ, ഇതിലേക്ക് കുറച്ച് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കണം, വിതറി കൊടുക്കണം. വളരെ കുറച്ച് ഉപ്പ് മാത്രമാണ് ഇതിലേക്ക് വിതറി കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ബജിയുടെ മിക്സ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ കടലമാവാണ് എടുക്കുന്നത്. ഏകദേശം 1/2 ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കായംപൊടി. ഇതിൽ വ്യത്യാസമായിട്ട് ചേർക്കുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് മാത്രമാണ്. അതും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് ബജിക്ക് മിക്സ് ചെയ്യുന്നത് പോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇതിലേക്ക് ഓരോ നെത്തോലിയായിട്ടെടുത്ത് മാവ് നന്നായിട്ട് മിക്സ് ചെയ്ത് എണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുക്കാം. മീൻ പെട്ടെന്ന് വെന്ത് കിട്ടാൻ കൂടിയാണ് ഈ ചെറിയ മീൻ ഞാൻ എടുത്തത് ബജി ഉണ്ടാക്കാനായിട്ട്. പല രീതിയിലുള്ള ബജികൾ നമ്മൾ കഴിച്ചിട്ടുണ്ട് അല്ലേ? ഉരുളക്കിഴങ്ങ് കൊണ്ടും കായ കൊണ്ടും കത്തിരിക്ക കൊണ്ടൊക്കെയുള്ള ബജികൾ കഴിച്ചിട്ടുണ്ട്. ഇത് വ്യത്യസ്തമായിട്ടുള്ളതാണ്, വളരെ ടേസ്റ്റിയാണ്. ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും. ഇനിയിപ്പോൾ മറിച്ചിട്ട് കൊടുക്കാം ഓരോന്നായിട്ട്. വളരെ ചെറിയ മീനായതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ ബജി ഉണ്ടാക്കിയെടുക്കുന്ന പോലെ അത്രയും സമയം തന്നെ മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ നെത്തോലി ബജി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന മുഴുവൻ നെത്തോലിയും ഇതുപോലെ ബജി ഉണ്ടാക്കി വെച്ച് മാറ്റാം. അങ്ങനെ നമ്മുടെ നെത്തോലി ബജി റെഡി ആയിട്ടുണ്ട്. കറിവേപ്പിലയും കൂടെ ചൂടാക്കി മേളിൽ വിതറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബജിയാണ് നെത്തോലി ബജി. Very tasty.